അപ്പോൾ കഴിഞ്ഞ ആ ഒരു ഹെത്താഫയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിലുള്ള മാച്ച് നമ്മൾ നോക്കിയാൽ ആ ഒരു മാച്ചിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീസ്മാനൊക്കെ 2 ഗോൾ അടിച്ചെന്ന് പറഞ്ഞാലും ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട താരം എന്ന് പറയുന്നത് മേസൺ ഗ്രീൻവുഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു മാച്ചിന് ശേഷമാണെങ്കിലും മേസൺ ഗ്രീൻവുഡിനെ കുറിച്ചാണ് ഹെത്താഫയുടെ കോച്ചായാലും അത്ലറ്റിക്കോയുടെ കോച്ചായാലും അതുപോലെ തന്നെ ഗ്രീസ്മാൻ ഇവരെല്ലാവരും മേസൺ ഗ്രീൻവുഡിനെ കുറിച്ച് സംസാരിക്കുക. അപ്പോൾ ആ ഒരു മാച്ചിന് ശേഷം ശരിക്കും പല ട്രാൻസ്ഫർ റൂമേഴ്സ് പയ്യെ ഇപ്പം നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ലാലിഗയിലെ തന്നെ ഏറ്റവും വലിയ ക്ലബ്ബുകൾ റയൽ മാഡ്രിഡ്, ബാർസലോണ, അത്ലറ്റിക്കോ മാഡ്രിഡ് ഇങ്ങനത്തെ ക്ലബ്ബുകളും ഒക്കെ ആയിട്ട് ഇപ്പം മേസൺ ഗ്രീൻവുഡിനെ ലിങ്ക് ചെയ്യുന്നുണ്ട്. വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇങ്ങനത്തെ വലിയ ടീമുകൾ ഇവരൊക്കെ മേസൺ ഗ്രീൻവുഡിനെ ടാർഗറ്റ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ന്യൂസുകളാണ് ഇപ്പോൾ ശരിക്കും വരുന്നത്. ഇപ്പം നമ്മൾ യുണൈറ്റഡ് ആരാധകരുടെ കാര്യം നോക്കിയാൽ നമ്മളിവിടെ നല്ലൊരു ഫോർവേഡ് അല്ലെങ്കിൽ ആ ഒരു ഫോർവേഡ് അറ്റാക്കിംഗ് പ്ലെയേഴ്സിൻ്റെ കാര്യം നോക്കിയാൽ ഒരു മര്യാദയ്ക്കുള്ള ഗോൾ സ്കോറിംഗ് ത്രെട്ട് അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് ത്രെട്ടെന്ന് തോന്നിക്കുന്ന ഒരു കളിക്കാരൻ ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡിൽ ഇപ്പോൾ ഇല്ല. അന്നേരമാണ് നമ്മൾ ഈ ഒരു സദാചാരം പറഞ്ഞുകൊണ്ട് ശരിക്കും ഈ ഒരു മേസൺ ഗ്രീൻവുഡിനെ യുണൈറ്റഡിൽ നിന്ന് ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വലിയ ക്ലബ്ബുകൾ വരെ മേസൺ മൗണ്ടിനെ സ്വീകരിക്കാൻ തയ്യാറാണ്. അന്നേരപ്പോഴാണ് യുണൈറ്റഡ് പോണക്കത്തെ ക്ലബ്ബ് അവരുടെ ആരാധകരൊക്കെ ഈ സദാചാരവും പറഞ്ഞുകൊണ്ട് ശരിക്കും ഇത് കാണുമ്പോൾ ശരിക്കും കഷ്ടം തോന്നുന്നുണ്ട്. വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ എങ്ങനെയും ഈ ഗ്രീൻവുഡിനെ യുണൈറ്റഡിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് ആദ്യം മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹം. അത് തന്നെയാണ്. നമ്മൾ ഗ്രീൻവുഡിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പുള്ളിയുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് തന്നെ നമ്മൾ നോക്കൂ. ചെന്ന സമയത്ത് പുള്ളിയുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്തായിരുന്നു, ഇപ്പോഴത്തെ പുള്ളിയുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു 1.5 വർഷത്തിന് മുകളിൽ പുള്ളി ഫുട്ബോൾ കളിക്കാതിരുന്ന ഒരു മനുഷ്യൻ ഇപ്പം പെട്ടെന്ന് വന്നിട്ട് അല്ലെങ്കിൽ ഈ ഒരു സീസൺ തന്നെ വേണ്ടി വന്നില്ല പുള്ളിയുടെ ഫോം റീഗെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി. ഈ ഒരു സീസണിൽ നമ്മൾ നോക്കിയാൽ ഇതുവരെയായിട്ടും 14 മാച്ചസാണ് മേസൺ ഗ്രീൻവുഡ് കളിച്ചിട്ടുള്ളത്. 14 മത്സരങ്ങളിൽ 4 അസിസ്റ്റ് 5 ഗോള്. അപ്പം ഈ രീതിയിലുള്ള പെർഫോമൻസ് ആണ് പുള്ളി ഈ 1.5 വർഷത്തിന് മുകളിൽ യാതൊരു ട്രെയിനിങ്ങോ പ്രൊഫഷണൽ ഫുട്ബോളിൻ്റെ അടുത്ത് പോലും എത്താതെ ഈ രീതിയിലുള്ള എക്സ്ട്രീം ഭയങ്കര മോശമായിട്ടുള്ള മെൻ്റൽ കണ്ടീഷനിലൂടെ ഒക്കെ പോയ ഒരു മനുഷ്യൻ തിരിച്ച് വന്ന് കാണിക്കുന്ന ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ശരിക്കും നമ്മൾ പുള്ളിയെ അപ്രീഷിയേറ്റ് ചെയ്ത് പുള്ളിയെ തിരിച്ച് കൊണ്ടുവരേണ്ടതാണ്. ഇപ്പം 17, 18, 19 വയസ്സുണ്ടായിരുന്ന പുള്ളി ഒരു തെറ്റ് ചെയ്തു പോയി. അപ്പം ആ ഒരു തെറ്റ് അത് അനുഭവിച്ച വ്യക്തിക്ക് ക്ഷമിക്കാമെങ്കിൽ നമ്മളൊക്കെ ആരാണ്, അല്ലെങ്കിൽ ഈ യുണൈറ്റഡ് ആരാധകരെന്ന് പറയുന്ന ഈ ഒരു സദാചാര അളിയന്മാരും പെങ്ങന്മാരും ഒക്കെ ആരാണ് ഇതൊക്കെ ചോദ്യം ചെയ്യാനെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇനിയിപ്പോൾ ഈ ഒരു ജിം റാഡ്ക്ലിഫ് ഒക്കെ വന്നതിന് ശേഷം കുറച്ചുകൂടെ ഏബിളായിട്ടുള്ള ഫുട്ബോളിംഗ് ബ്രെയിൻസ്, ഇപ്പം പോൾ മിച്ചലിൻ്റെ പേര് കേൾക്കുന്നു, ഡാൻ ആഷ്വർത്തിൻ്റെ പേര് കേൾക്കുന്നു, ഹുവാൻ ക്ലോഡ് ബ്ലാങ്കിൻ്റെ പേര് കേൾക്കുന്നു. ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് നമ്മുടെ ഫുട്ബോളിംഗ് കാര്യങ്ങൾ റൺ ചെയ്യാൻ പോകുന്നതെങ്കിൽ അവരൊക്കെ ഇതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ കണ്ടെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ശരിക്കും ഞാൻ ഇരിക്കുന്നത്. അല്ല പിന്നെ നമ്മൾ ഇതൊക്കെ നമ്മുടെ വിധി ആണെന്ന്, അല്ലെങ്കിൽ യുണൈറ്റഡ് ഫാൻസിൻ്റെ വിധി ആണെന്ന് കരുതി ഇതൊക്കെ ആനഡിയം പോണത്തെ പ്ലേയേഴ്സിനെയൊക്കെ സഹിച്ച് ജീവിക്കുക, അല്ലാതെ വേറെ മാർഗ്ഗങ്ങളില്ല. ജോൺ വാട്ടർ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ വിളയാട്ടങ്ങളൊക്കെ ഇപ്പം അത്ലറ്റിക് പോണക്കത്തെ ക്രെഡിബിളായിട്ടുള്ള മീഡിയാസ് ഇപ്പം പുറത്ത് വിടുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ജോൺ വാട്ടർ ആയിരിക്കും വരാൻ പോകുന്ന അടുത്ത ഒരു നേർച്ചക്കോഴി എന്ന് പറയുന്നത്. ശരിക്കും ജോൺ വാട്ടർ തന്നെയാണ്, പുള്ളിയുടെ തലയാണ് ഇനിയും കൊയ്യാൻ പോകുന്നത്. അത് ഓഫ് കോഴ്സ് അത് നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പുള്ളിയുടെ വീരകഥകളൊക്കെ ഇപ്പോൾ ഈ ഒരു അത്ലറ്റിക് പോണക്കത്തെ മീഡിയാസൊക്കെ പുറത്തേക്ക് വിടുന്നത്. പല ട്രാൻസ്ഫറുകളുടെയും പല പ്ലെയേഴ്സിൻ്റെയും ട്രാൻസ്ഫർ ഫീയുടെ കാര്യമൊക്കെ നമ്മൾ നോക്കി നമ്മൾ ഒത്തിരി എക്സ്ട്രാ പേ ചെയ്യുന്നതിൻ്റെ കാരണക്കാരൻ ഒരു പരിധി വരെ ജോൺ മേർട്ടർ ആണെന്നുള്ള രീതിയിലാണ് ഈ അത്ലറ്റിക് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല അലക്സ് ഫെർഗ്യൂസനുമായിട്ട് പ്രശ്നങ്ങൾ, പിന്നെ ജൂഡ് ബെല്ലിംഗാമിനെ ആ ഒരു ടൂറൊക്കെ നടത്തി നമ്മുടെ ഫ്യൂച്ചർ പ്രോജക്റ്റൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ച് ഇംപ്രസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച സമയത്തും അലക്സ് ഫെർഗ്യൂസനെ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തി പുള്ളി തന്നെ കാര്യങ്ങൾ നടത്തി കുളവാക്കി. ജൂഡ് ബെല്ലിംഗാം അങ്ങനെ ഡോട്ട്മുണ്ടിൽ പോയി. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ ഈ ഒരു മനുഷ്യൻ ഇവിടെ യുണൈറ്റഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സീൻ ഒത്തിരി പ്രശ്നങ്ങളുടെ പല കാരണങ്ങളിൽ ഒരു കാരണം ജോൺ മേർട്ടർ ആണ് എന്നുള്ള രീതിയിൽ വളരെ ക്രെഡിബിളായിട്ടുള്ള ഈ ഒരു അത്ലറ്റിക്കൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ജോൺ മേർട്ടറിൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. പിന്നെ ഇന്ന് യുണൈറ്റഡിൻ്റെ മാച്ച് ഉണ്ട്, വെസ്റ്റ് ഹാമിനെതിരെ മാച്ച്, എവേ മത്സരമാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ എറിക്സൺ ഇന്നത്തെ മാച്ചിൽ തിരിച്ചു വരുന്നു എന്ന് പറയുന്ന നല്ലൊരു കാര്യമുണ്ട്. സോ മിഡ്ഫീൽഡിൽ പ്രോബബ്ലി മക്ടോമിനിക്ക് പകരം എറിക്സണെ വല്ലതും പരീക്ഷിക്കും. പക്ഷേ ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വരുന്നതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആയിട്ടുള്ള എറിക്സൺ ആയതുകൊണ്ട് പ്രോബബ്ലി സ്റ്റാർട്ട് കിട്ടിയേക്കാം അമ്രാബാത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ കോബി മെയിനോൻ്റെ കൂട്ടത്തിൽ. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ കോബി മെയിനോയുടെ കൂട്ടത്തിൽ എറിക്സണെ സ്റ്റാർട്ട് ചെയ്യണം, കൂടെ ബ്രൂണോ ഫെർണാണ്ടസ്. ആ ഒരു മിഡ്ഫീൽഡിൽ ആ ഒരു ചേഞ്ച് എന്താണെങ്കിലും വരുത്തിയേ പറ്റത്തുള്ളൂ. ഈ മക്ടോമിനെ കളിപ്പിക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ പുള്ളിയെ സബ്ബായിട്ട് വല്ലതും കൊണ്ടുവരട്ടെ, അല്ലാതെ സ്റ്റാർട്ട് ചെയ്യരുത്. എറിക്സണെ പോണക്കത്തെ ഒരു മനുഷ്യനൊക്കെ വരുമ്പോഴത്തേനും ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. വെസ്റ്റ് ഹാമിൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ വെസ്റ്റ് ഹാം എന്ന് പറയുന്നതും വെസ്റ്റ് ഹാമും ആ ഒരു ട്രാൻസിഷൻ ഫുട്ബോളിൻ്റെ ആൾക്കാരാണ്. അവരും ഒരു ലോ ബ്ലോക്ക് അല്ലെങ്കിൽ മിഡ് ബ്ലോക്ക് ഒക്കെ കളിച്ചുകൊണ്ട്
ട്രാൻസിഷനിൽ ഓപ്പോസിഷനെ ഹിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ടീമാണ്. എസ്പെഷ്യലി നമ്മൾ നോക്കിയാൽ ഈ ഒരു സീസണിൽ ഡെക്ലാൻ റൈസ് ഒക്കെ പോയിട്ട് അവരുടെ ആ ഒരു ഡെക്ലാൻ റൈസിൽ നിന്ന് കിട്ടിയ പ്രൈസ് ശരിക്കും പുള്ളി ഭയങ്കര ബുദ്ധിപരമായിട്ട് അവർ യൂസ് ചെയ്തു. എഡ്സൺ ആൽവരസ്, കുഡൂസ്, അതുപോലെ തന്നെ വാർഡ് പ്രോസ്, ഇങ്ങനത്തെ കളിക്കാരൊക്കെ വന്ന് ശരിക്കും വെസ്റ്റ് ഹാമിൻ്റെ ആ ഒരു ക്വാളിറ്റി ലെവൽ കുറച്ചുകൂടെ മുകളിലോട്ടായിട്ടുണ്ട്. അത് മാത്രമല്ല അത് പോയിൻറ്റ്സ് ടേബിളൊക്കെ നോക്കിയാൽ നമുക്കറിയാം അവരിപ്പം 9ാം സ്ഥാനത്താണ്. യുണൈറ്റഡ് ഒറ്റ പോയിന്റിൻ്റെ വ്യത്യാസമുള്ളൂ വെസ്റ്റ് ഹാമിന്. ഈ ഒരു മത്സരം ജയിച്ച് യുണൈറ്റഡിൻ്റെ മുകളിലേക്ക് എത്തുക, അതായിരിക്കും ഡേവിഡ് മോയിസിൻ്റെ വെസ്റ്റ് ഹാമിൻ്റെയും ഒക്കെ ശ്രമം. അപ്പം ഇന്നത്തെ മാച്ച് എന്നെ സംബന്ധിച്ച് എനിക്ക് ലൈവ് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് പരിപാടികളുണ്ട്, അതുകൊണ്ട് ലൈവ് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് ഏതായാലും ഇതിൻ്റെ മാച്ചിൻ്റെ റിയാക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. റീപ്ലേ കണ്ട് നാളെ ആയിരിക്കും പ്രോബബ്ലി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ഷോ. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.